1960 തെരഞ്ഞെടുപ്പ് ചില സവിശേഷതകൾ കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. 1960 ദേശീയ ഇലക്ഷൻ കമ്മീഷൻ ആദ്യമായി മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അവതരിപ്പിക്കുന്നത്. 1959 പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലാവസ്ഥ നേരിടാൻ ദേശീയ ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ച മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പിൽക്കാലത്ത് ഇന്ത്യയുടെ ദേശീയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു. 1960 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ആർ ശങ്കരന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പട്ടംതാണിപ്പിള്ളയുടെ PSP, CHന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംയുക്തമായാണ് നേരിട്ടത്. തുടർന്ന് പട്ടംതാണിപ്പിള്ള മുഖ്യമന്ത്രിയായി കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരമേറ്റു. 1962 പട്ടംതാണിപ്പിള്ളയെ അന്നത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പഞ്ചാബ് ഗവർണറായി നിയമിച്ചതോടെ കേരളത്തിൽ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി ആർ ശങ്കരന്റെ നിയമനത്തിന് വഴി തുറന്നു. പട്ടംതാണിപ്പിള്ള 1948 തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി, 1954 തിരുകൊച്ചിയിലെ മുഖ്യമന്ത്രി, 1960 കേരള മുഖ്യമന്ത്രി, 1962 പഞ്ചാബ് ഗവർണർ, കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഗവർണറായ ആദ്യ വ്യക്തി തുടങ്ങി ഒരു പിടി റെക്കോർഡുകളുമായി ചരിത്രത്തിലേക്ക് ചേക്കേറി. 1964 കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ രൂപപ്പെടുത്തിയ പിളർപ്പുകളുടെ കാലഘട്ടം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പിളർന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം 1964 അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിനെതിരെ നിലപാട് സ്വീകരിക്കുകയും തുടർന്ന് KM ജോർജിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു.